Good afternoon all. Welcome to Civil 360 IAS Academy and welcome to today's Hindu newspaper analysis. Before going to the detailed discussion of today's Hindu newspaper, we team Civil 360 is introducing a new program called Prelims Mains Companion. This is integrated mains and prelims test series. It's a 10 months integrated program. Once you join this program, you would get the materials, study material classes, and test series and everything. So interested you can contact. Okay, you can contact in this number. Okay, fine. Then the articles ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടത് നോക്കാം. മൂന്നെണ്ണം എഡിറ്റോറിയൽ പേജിലത്തെയാണ്. അതായത് ഫസ്റ്റ് ഈസ് എൻഷുറിംഗ് ഇക്വിറ്റി അമിഡ് ഇന്ത്യസ് എഡ്യൂക്കേഷൻ പ്രോഗ്രസ്. ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയാണ്, അപ്പോൾ അതിലെ പ്രശ്നങ്ങൾ എന്താ, അതിനെക്കുറിച്ച് പറയണം. അൺഇംപീഡഡ് ട്രേഡ് നീഡ്സ് IPMDA ആസ് ദ ആൻസർ. അതായത് ഇൻഡോ പസഫിക് മേഖലയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ എന്താ, ഇന്ത്യ എന്തൊക്കെ ചെയ്യണം. നോയ്സ്, അതായത് പട്ന ഹൈക്കോർട്ടിൻ്റെ ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു. അത് നോയ്സ് പൊല്യൂഷൻ റിലേറ്റഡായിട്ടാണ്. ഓക്കെ, അതിനെക്കുറിച്ചും സെൻട്രൽ ഗവൺമെൻറ് മെയ്റ്റ്, അതായത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മൊബൈൽ ഫോൺ മാനുഫാക്ചറിങ് സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്കീമിനെ കുറിച്ചിട്ടാണ് ഈ ന്യൂസിൻ്റെ അകത്തുള്ളത്. സോ നമുക്ക് എന്താണ് ഈ ബാക്കി കാര്യങ്ങളെന്ന് ഇൻഡെപ്തിൽ നോക്കാം. UDISE Plus 2025, അതായത് യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ് ഒരു റിപ്പോർട്ടിൻ്റെ പേരാണ്. ആ റിപ്പോർട്ട് വന്നു, ഇറ്റ് ഹൈലൈറ്റ്സ് ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യാസ് സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇന്ത്യയിലെ സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടെന്നും എന്നാൽ ചില പേഴ്സിസ്റ്റൻ്റ് ആയിട്ടുള്ള റീജിയണൽ, സോഷ്യൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറൽ ഇനീക്വാളിറ്റീസ് ഇപ്പോഴും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്നു. ആ റിപ്പോർട്ടാണ്. അപ്പോൾ ആ റിപ്പോർട്ട് ഏകദേശം 1.47 മില്യൺ സ്കൂൾസോളം നോക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ ഇംപ്രൂവ്മെൻറ്റ് നമുക്ക് സ്കൂൾ സിസ്റ്റത്തിൽ എവിടെയാണ് കാണാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻറോൾമെൻറ്റ് ആൻഡ് സ്റ്റുഡൻറ്റ് റിട്ടൻഷൻ, സ്റ്റുഡൻസ് എൻറോൾ ചെയ്യുന്ന സ്കൂൾ കിട്ടും. അതുപോലെ റിട്ടൻഷൻ, അവർ അവിടെ തന്നെ നിൽക്കുന്നു. റിഡക്ഷൻ ഇൻ ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ്, അതായത് കൊഴിഞ്ഞു പോക്കെന്ന് പറയില്ല, ഇപ്പോൾ 5 വരെ പഠിച്ചിട്ട് 6ാം ക്ലാസ് തൊട്ട് പഠിക്കാൻ ഉണ്ടാവില്ല, ആ ഡ്രോപ്പ് ഔട്ട്സും. ടീച്ചർ അവൈലബിലിറ്റിക്കും ഇംപ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചറിലും ജെൻഡർ പാർട്ടിസിപ്പേഷൻ, വുമൺ, ഇപ്പോൾ പല സ്ഥലത്തും ഗേൾസിന് ഒരു പഠിക്കാൻ സ്കൂളിലോട്ട് വരുന്നതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. സോ ആ മേഖലയിലൊക്കെ ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഡിസ്പാരിറ്റീസ് റിമൈൻ ഇൻ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോയിലും അതുപോലെ തന്നെ പീപ്പിൾ ടീച്ചർ റേഷ്യോയിലും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. മാത്രമല്ല ഇൻഫ്രാസ്ട്രക്ചർ, ഡിജിറ്റൽ ആക്സസ്, എഡ്യൂക്കേഷണൽ ഔട്ട്കംസ്, ഇതിലെല്ലാവരും പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം പറയാം, എന്താണ് ഈ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോയിലൊക്കെ ഇത്തിരി പ്രശ്നം എന്ന് പറഞ്ഞില്ലേ. അതായത് ഇപ്പോൾ സപ്പോസ് വിചാരിക്കാം, ഇപ്പോൾ കോളേജിലോട്ട് പോകേണ്ടത്, കോളേജിലോട്ട് +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോകാനായിട്ട് ഇപ്പോൾ ഒരു 1000 പേര് നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഉണ്ട്. അതായത് ആ ഒരു ഏജിലുള്ള ആൾക്കാർ, പോകാനുള്ള യോഗ്യതയുള്ള ആൾക്കാർ. എന്നാൽ അതിൽ 400 പേര് മാത്രമേ പോകുന്നുള്ളൂ എന്ന് വിചാരിക്കാം കോളേജിലോട്ട്. അപ്പോൾ എൻറോൾമെൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1000-ൽ 400, അതായത് 40% ഉണ്ട് ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ. അതായത് ആക്ച്വലി ആ പോപ്പുലേഷൻ വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഇത്രത്തോളം ആൾക്കാർ പോകേണ്ടതാണ്, പക്ഷെ അത് വളരെ കുറവാണ് അല്ലേ. അപ്പോൾ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോയിൽ കുറവ് വന്നിട്ടുണ്ട്. ദെൻ പീപ്പിൾ ടീച്ചർ റേഷ്യോ എന്ന് പറയുന്നത്, സപ്പോസ് ഇപ്പോൾ ഒരു 300 സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിക്കാം, അവർക്കായിട്ട് ഒരു 10 ടീച്ചറും ഉണ്ടെന്ന് വിചാരിക്കാം. അതായത് ഒരാളെ നോക്കാൻ ഒരു ടീച്ചർ 30 പിള്ളേരെ നോക്കും. അതായത് 300 പിള്ളേരുണ്ട്, 10 ടീച്ചേഴ്സ് ഉണ്ട്. ദെൻ 300/10 30 പിള്ളേരാണ് ഒരു ടീച്ചർ നോക്കുന്നത് അല്ലേ. ആക്ച്വലി ഈ പീപ്പിൾ ടു ടീച്ചർ റേഷ്യോ കൂടുന്നതാണോ കുറയുന്നതാണോ നല്ലത്? ഇപ്പോൾ 10 പിള്ളേർക്ക് ഒരു ടീച്ചർ എന്ന് പറയുന്നതാണോ 40 പിള്ളേർക്ക് ഒരു ടീച്ചർ എന്ന് പറയുന്നതാണോ നല്ലത്? ഓഫ്കോഴ്സ് 10 പിള്ളേർക്ക് ഒരു ടീച്ചർ എന്ന് പറയണ്ട. കാരണം സ്റ്റുഡൻസിന് പേഴ്സണൽ അറ്റൻഷനും കാര്യങ്ങളൊക്കെ കിട്ടി, സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആകാൻ ചാൻസ് ഉണ്ട് ഇല്ലേ. സോ പീപ്പിൾസ് ടീച്ചർ റേഷ്യോ പല സംസ്ഥാനത്തും കൂടുതലാണ്. അതിനർത്ഥം ടീച്ചേഴ്സിൻ്റെ അവൈലബിലിറ്റി കുറവാണ്. ഓക്കെ, സപ്പോസ് അതായത് ഇപ്പോൾ 300 സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിക്കാം, അവരെ പഠിപ്പിക്കാൻ ആകെ 5 ടീച്ചറേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5 ടീച്ചർ മീൻസ് 60 പിള്ളേരെയാണ് ഒരു ടീച്ചർ നോക്കേണ്ടത്. അതായത് പീപ്പിൾ ടീച്ചർ റേഷ്യോ കൂടുതലാണ്. എന്നാൽ അവിടെ 10 ടീച്ചേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 300/10 30 പിള്ളേർ ഒരു ടീച്ചർ നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് എന്താ, ഈ പീപ്പിൾ ടു ടീച്ചർ റേഷ്യോ കുറയും. അത് കുറയുന്നതാണ് നമുക്ക് നല്ലത്. അപ്പോൾ പല സ്ഥലത്തും പീപ്പിൾ ടു ടീച്ചർ റേഷ്യോ എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പോൾ അത്രയും മോശമാണെന്ന് അർത്ഥം. ഓക്കെ,
മേജർ റീജിയൺ ഡിസ്പാരിറ്റീസ്. ഇപ്പോൾ ആവറേജ് എൻറോൾമെൻറ്റ് പെർ സ്കൂൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഛത്തീസ്ഗഡിലൊക്കെ നല്ല രീതിയിൽ എൻറോൾമെൻറ്റ് നടക്കുന്നുണ്ട്. ഇപ്പോൾ റീജിയണൽ വേരിയേഷൻ പറയുന്നത് ലഡാക്കിൽ കുറവാണ്. സെക്കൻഡറി പീപ്പിൾ ടീച്ചർ റേഷ്യോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് സെക്കൻഡറി ലെവൽ എഡ്യൂക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹയസ്റ്റ് ഇസ് ഇൻ ജാർഖണ്ഡ്. പിന്നെ സെക്കൻഡറി ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഛത്തീസ്ഗഡിലാണ് ഹയസ്റ്റ്, ബീഹാറിലാണ് ഏറ്റവും കുറവ് വരുന്നത്. ബീഹാർ കുറേ ഫാക്ടേഴ്സിൽ താഴെയാണ്. ഓക്കെ, ഡ്രോപ്പ് ഔട്ട് കൺസേൺസ്. പ്രിപ്പറേറ്ററി ഡ്രോപ്പ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഴിഞ്ഞു പോക്കെന്ന് പറയില്ല, നമ്മൾ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാണ്ട് പോകുന്നത്. ഇപ്പോൾ പ്രിപ്പറേറ്ററി ലെവലിലാണെന്നുണ്ടെങ്കിലും ബീഹാറിലാണ് ഹയസ്റ്റ് ഡ്രോപ്പ് ഔട്ട് വരുന്നത്, 7.9%. മിഡിൽ ലെവലും ഹയസ്റ്റ് ബീഹാറാണ്. സെക്കൻഡറി ലെവലിലാണെന്നുണ്ടെങ്കിൽ ലഡാക്കുമാണ്. അപ്പോൾ റീജിയണൽ വേരിയേഷൻ ഉണ്ട് ഇൻ കേസ് ഓഫ് ഡ്രോപ്പ് ഔട്ട്സ് ആൻഡ് എഡ്യൂക്കേഷൻ ഔട്ട്കംസ്. സോഷ്യൽ ആൻഡ് ജെൻഡർ ഡയമെൻഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നത് നോക്കാം. അതായത് ഇപ്പോഴും SC, ST, OBC, മൈനോറിറ്റി ആൻഡ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഇതിലോട്ട് ഒരു ആക്സസിന് ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഹയസ്റ്റ് ST എൻറോൾമെൻറ്റ് റേഷ്യോ, ST എൻറോൾമെൻറ്റ് വരുന്നത് ലഡാക്കല്ല, ലക്ഷദ്വീപ്, മിസോറാം, മേഘാലയ, ലഡാക്ക് ഈ സ്ഥലത്താണ്. എന്നാൽ SCയുടെ എൻറോൾമെൻറ്റ് റേഷ്യോ പഞ്ചാബിലുണ്ട്. പക്ഷേ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിൻ്റെ ടോട്ടലുള്ള എൻറോൾമെൻറ്റ് റേഷ്യോ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് 20% ഓഫ് എൻറോൾമെൻറ്റ്. പിന്നെ ജെൻഡർ പാരിറ്റി ഇൻഡെക്സ്, അതായത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഫെസിലിറ്റി എല്ലാവർക്കും ലഭിക്കുന്നുണ്ടോ, അതായത് ലൈക്ക് വുമണും ഗേൾസിനും ബോയ്സിനും എഡ്യൂക്കേഷൻ ലഭിക്കുന്നുണ്ടോ നോക്കുമ്പോൾ ഏകദേശം കുഴപ്പമില്ല ആ ഒരു സ്ഥലത്ത്. ഓക്കെ, എങ്കിലും എൻറോൾമെൻറ്റും അറ്റൻഡൻസും എഡ്യൂക്കേഷൻ കംപ്ലീഷനും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ദെൻ ആക്സസിബിലിറ്റി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാപ്സ്, അതായത് റിമോട്ട് ഹില്ലി ബോർഡർ റീജിയൻസിൽ ഇപ്പോഴും ആവശ്യത്തിനുള്ള സ്കൂളുകളില്ല, നമ്പർ ഓഫ് സ്കൂൾസ് കുറവാണ്. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് കുറവാണ്, ടീച്ചേഴ്സിൻ്റെ ഷോർട്ടേജ് ഉണ്ട്, പുവർ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, അൺഈക്വൽ അവൈലബിലിറ്റി ഓഫ് ലേണിംഗ് ഫെസിലിറ്റീസ്. അതായത് ഇപ്പോഴും ട്രൈബൽ ഹില്ലി ബോർഡർ റീജിയൻസ് ഇപ്പോഴും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇലക്ട്രിസിറ്റി, ഡ്രിങ്കിങ് വാട്ടർ ആക്സസിൽ വരെ പല സ്ഥലത്ത് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ടീച്ചർ റിലേറ്റഡ് ചലഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഷോർട്ടേജ് ഇപ്പോഴും പല സ്ഥലത്തുണ്ട്. ഓക്കെ, മൾട്ടി ഗ്രേഡ് മൾട്ടി സബ്ജക്റ്റ് ടീച്ചിങ്, അതായത് പല ഗ്രേഡിലുള്ള ഇപ്പോൾ ലൈക്ക് 6 തൊട്ട് 10 വരെ ഒരു ടീച്ചർ പഠിപ്പിക്കേണ്ട ആവശ്യം വരും. ഓക്കെ, അതുപോലെ മൾട്ടി സബ്ജക്ട് ടീച്ചിങ് ഒക്കെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതായത് നോൺ ടീച്ചിങ് അഡ്മിനിസ്ട്രേഷൻ ഡ്യൂട്ടീസും വരുന്നുണ്ട്. അതായത് ടീച്ചേഴ്സിന് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമാണ്, അത് പഠിപ്പിച്ച് പോകുക എന്ന് മാത്രമല്ല മറ്റ് ഡ്യൂട്ടീസും കൂടി വരുമ്പോൾ അവരുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റീവായിട്ടുള്ള ടൈം ഫോർ ടീച്ചിങ് കുറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് ചലഞ്ചുണ്ട്. ദെൻ ഇൻക്ലൂഷൻ ചലഞ്ചസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ഫോക്കസ് ഈസ് റിക്വയർഡ് ഓൺ ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ്, SC, ST, മൈനോറിറ്റി. അതായത് ഇൻക്ലൂഷൻ ചലഞ്ച് ഉണ്ട്, അതായത് സൊസൈറ്റിയിലുള്ള എല്ലാവരും പ്രോപ്പറായിട്ട് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആകുന്നില്ല. സോ SC, ST, മൈനോറിറ്റീസ് ഒക്കെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഉണ്ട്. ഓക്കെ, അത് പ്രകാരം നോക്കുകയാണെങ്കിൽ ടാർഗറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ ഡിപ്രൈവ്ഡ് റീജിയൻസ്, അതായത് എഡ്യൂക്കേഷനായിട്ട് പ്രശ്നം വരുന്ന റീജിയൻസ് എല്ലായിടത്തും വേരിയേഷൻ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് വരുത്താം. ഇക്വിറ്റബിൾ ഡിപ്ലോയ്മെന്റ് ഓഫ് ടീച്ചേഴ്സിന്റെ അവൈലബിലിറ്റിയും എല്ലാം ഉറപ്പുവരുത്തുക. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പ്രൊമോട്ട് ചെയ്യുക. ട്രാൻസ്പോർട്ട്, സ്കൂൾ ആക്സസിബിലിറ്റി ഉറപ്പുവരുത്തുക. ഡെഡിക്കേറ്റഡ് സപ്പോർട്ട് ഫോർ ഡിസഡ്വാൻറ്റേജ് സോഷ്യൽ ഗ്രൂപ്പ്സ്, അതായത് ഡിസഡ്വാൻറ്റേജ് ഉള്ള ആൾക്കാർ, വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് സപ്പോർട്ട് കൊടുക്കുക. സോ കമ്പൈനിങ് ഇൻ ദ ക്വാളിറ്റി, ഇക്വിറ്റി, ഇൻക്ലൂഷൻ, ആക്സസിബിലിറ്റി, ഇതെല്ലാം ഉറപ്പുവരുത്തിയാൽ മാത്രമേ നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷൻ വുഡ് ബി ബെറ്റർ എന്ന് പറയുന്നതാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ന്യൂസ്, amid strains in India-US relation, maritime cooperation is emerging as an important area of convergence. The article argues for stronger cooperation under the Indo-Pacific Partnership for Maritime Domain Awareness. ഇതിനെയാണ് IPMD എന്ന് പറയുന്നത്, Indo-Pacific Partnership for Maritime Domain Awareness to safeguard the trade, security and freedom of navigation. അതായത് ഇപ്പോൾ US റിലേഷനിൽ ഒരുപാട് പ്രശ്നമുണ്ട്. ഇന്ത്യക്കെതിരെ ഇപ്പോൾ ചൈനയായിട്ട് ഇന്ത്യ റിലേഷനിൽ വരുന്നുണ്ട്. മീൻസ് ബയലാറ്ററൽ റിലേഷൻ കൂടുന്നു എന്നത് തന്നെ എന്തുണ്ടാകുന്നു, US അതിനെ റിട്ടാലിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ US പ്രതികരിച്ചിട്ട് ഇന്ത്യക്കെതിരെ 100% വരെ താരിഫ് ചർച്ചയിൽ ചുമത്തും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇല്ലേ. അപ്പോൾ US-ഉം ഇന്ത്യയിലും റിലേഷൻ വളരെ മോശമായിട്ട് സാഹചര്യമാണ്. പക്ഷേ ഇന്ത്യയും US-ഉം തമ്മിൽ കോർപ്പറേറ്റ് ചെയ്തേ പറ്റൂ. കാരണം Indo-Pacific മേഖലയിൽ ഗ്രോത്ത് വരണമെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് പറ്റൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ Indo-Pacific Partnership for Maritime Domain Awareness എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. ഓക്കെ, അതായത് അതിൻ്റെ ഫങ്ഷനിങ് ഉറപ്പുവരുത്തണം. ഈ IPMD കുറിച്ച് പറയുകയാണെങ്കിൽ
2022 ക്വാഡിൻ്റെ അണ്ടറിലാണ് ഇത് വെച്ചത്. ക്വാഡ് എന്ന് പറഞ്ഞാൽ ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ്. അതായത് ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇവർ തമ്മിലുള്ള ഒരു മൾട്ടിലാറ്ററൽ ഓർഗനൈസേഷനാണ് എന്ത് ക്വാഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ക്വാഡിൻ്റെ കീഴിലാണ് IPMDA വന്നത്. ഓക്കെ, ഇത് റിയൽ ടൈം മാരിടൈം ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് കടലിലൊക്കെ എന്ത് നടക്കുന്നു, അതായത് മാരിടൈം ഇപ്പോൾ എവിടെയൊക്കെ ഏതൊക്കെ ഷിപ്പുകൾ എങ്ങോട്ടൊക്കെ പോകുന്നു, അല്ലെങ്കിൽ എന്താണ് പ്രശ്നം, ഇവിടെ ഈ ഏരിയയിൽ പ്രശ്നമുണ്ടായി, ഈ ഏരിയയിൽ പ്രശ്നമുണ്ടായി, ഈ ഏരിയ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത്. റിയൽ ടൈം മാരിടൈം ഇൻഫോർമേഷൻ സ്പ്രെഡ് ആക്കാനായിട്ടാണ് IPMDA വന്നത്. ഇന്ത്യയിൽ ഇതുപോലൊരു സെറ്റപ്പ് ഉണ്ട്. അതായത് ഇൻഫർമേഷൻ ഫ്യൂഷൻ സെന്റർ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ. ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ ഇതുപോലെ മാരിടൈം ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്, ഇൻഫർമേഷൻ ഫ്യൂഷൻ സെന്റർ ഫോർ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ ഉണ്ട്. അത് ഗുരുഗ്രാം, ഹരിയാനയിലാണ് ഇത് ആക്ച്വലി ഇതിൻ്റെ ഹെഡ് വരുന്നത്. പിന്നെ ഒരു സംഭവം ഓൾറെഡി ഉണ്ട്. പിന്നെ ഇന്ത്യക്ക് എന്നല്ല, നമുക്ക് സീ വിഷൻ ടെക്നോളജി ഉണ്ട്, ഒരു ടെക്നോളജി. അപ്പോൾ അതൊക്കെ നമ്മൾ ആക്ച്വലി അറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയും US തമ്മിൽ എന്ത് ചെയ്യണം, ഇൻഡോ പസഫിക് മേഖലയിൽ വർക്ക് ചെയ്യണം. സോ വൈ ദ ഇൻഡോ പസഫിക് മാറ്റേഴ്സ്? എന്തുകൊണ്ട് ഇൻഡോ പസഫിക് എന്ന് പറയുന്നത് ഇത്രയും മാറ്റർ ആണെന്ന് നോക്കാം. മേജർ ട്രേഡ് ആൻഡ് എനർജി കോറിഡോർ ലിങ്കിങ്. അതായത് ഇൻഡോ പസഫിക് മേഖലയാണ് മേജറുള്ള ട്രേഡ് ആൻഡ് എനർജി കോറിഡോർ. അതായത് പേർഷ്യൻ ഗൾഫ് എനർജി പ്രൊഡ്യൂസേഴ്സിനെയും ഈസ്റ്റ് ഏഷ്യൻ മാനുഫാക്ചറിങ് സെന്റേഴ്സിനെയും ഗ്ലോബൽ കൺസ്യൂമർ മാർക്കറ്റ്സിനെയും കണക്ട് ചെയ്യുന്നത് ഈ ഒരു ഇൻഡോ പസഫിക് മേഖലയാണ്. മാത്രമല്ല പ്രധാനപ്പെട്ട മാരിടൈം ചോക്ക് പോയിന്റ്സ് ഉണ്ട്, ലൈക്ക് സ്ട്രേറ്റ് ഓഫ് മലാക്ക, സ്ട്രേറ്റ് ഓഫ് സുണ്ട, ദെൻ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ്, ബാബ് എൽ മണ്ടബ്, മൊസംബിക്ക്, ഇതുപോലുള്ള ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ചാനൽസ് ഉണ്ട്. സോ ഈ ഒരു ഏരിയ സേഫ് ആയാൽ മാത്രമേ നമുക്ക് ട്രേഡും എനർജി ട്രേഡും ഒക്കെ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ദെൻ വാട്ട് ഈസ് എ മാരിടൈം ഡൊമൈൻ അവയർനെസ് നോക്കാം. മാരിടൈം ഡൊമൈൻ അവയർനെസ് എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ആക്ടിവിറ്റീസ് ഡ്യൂറിങ് ഒക്കറിങ് ഇൻ ദ മാരിടൈം ഡൊമൈൻ. ഓക്കെ, നമ്മൾ മാരിടൈം മേഖലയിൽ എന്തൊക്കെയാണ് ശരിക്കും നടക്കുന്നത് എന്നറിയുന്നതിനെയാണ് നമ്മൾ മാരിടൈം ഡൊമൈൻ അവയർനെസ് എന്ന് പറയുന്നത്. അത് സെക്യൂരിറ്റി ഉറപ്പുവരുത്താനും സേഫ്റ്റി ഉറപ്പുവരുത്താനും എക്കണോമി ഉറപ്പുവരുത്താനും എൻവയോൺമെന്റിനും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ മാരിടൈം മേഖലയിൽ എന്താ നടക്കുന്നത് എന്നറിയാനായിട്ട് നമ്മൾ പല ടെക്നോളജീസ് യൂസ് ചെയ്യും. സാറ്റലൈറ്റ് സർവൈലൻസ്, റഡാർ നെറ്റ്വർക്ക്സ്, റേഡിയോ ഫ്രീക്വൻസി മോണിറ്ററിംഗ്, ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം, ഇൻഫർമേഷൻ ഷെയറിംഗ്, ഇതുപോലെ പല ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാരിടൈം അവയർനെസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മേജർ മാരിടൈം സെക്യൂരിറ്റി ചലഞ്ചസ്, നമ്മൾ ഈ കടൽ ഓഷ്യൻസിലൊക്കെ നേരിടുന്ന പ്രധാനപ്പെട്ട മാരിടൈം ചലഞ്ച് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഇസ് എ ഡാർക്ക് വെസൽ. അതായത് AIS ട്രാൻസ്പോണ്ടേഴ്സ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം എന്നാണ് AIS ട്രാൻസ്പോണ്ടേഴ്സിന്റെ ഫുൾ നെയിം. അതായത് ശരിക്കും ഒരു ഷിപ്പിന്റെ, ഒരു വെസലിന്റെ നെയിം എന്താ, ലൊക്കേഷൻ എവിടെയാണ്, സ്പീഡ് എത്രയാണ് പോകുന്നത്, ഡയറക്ഷൻ എവിടേക്കാണ് പോകുന്നത്, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ലഭിക്കുന്ന ഒരു ടെക്നോളജിയാണ് എന്ന് പറയുന്നത് AIS ട്രാൻസ്പോണ്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വെസൽ ശരിക്കും എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ശരിക്കും അറിയാൻ പറ്റും, ഒരു ഷിപ്പ്. പക്ഷെ പലപ്പോഴും ഇത് ഓഫ് ചെയ്തിട്ടിട്ട് എന്ത് ചെയ്യും, അവർ സ്മഗ്ലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യും. അപ്പോൾ ഷിപ്പിനെ ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫർ, അതായത് ഒരു ഷിപ്പിൽ നിന്ന് മറ്റൊരു ചരക്ക് മറ്റൊരു ഷിപ്പിലോട്ടൊക്കെ കടത്താൻ വേണ്ടിയിട്ട് ഇല്ലീഗലായിട്ട് നടത്താൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യും. സോ അങ്ങനെ ഒരു ചലഞ്ച് നമ്മൾ നേരിടുന്നുണ്ട്. പിന്നെ ഇല്ലീഗൽ, അൺറിപ്പോർട്ടഡ് ആൻഡ് അൺറെഗുലേറ്റഡ് ഫിഷിംഗ്. മാരിടൈം മേഖലയിൽ അൺറെഗുലേറ്റഡ് ആയ ഫിഷിംഗ് നടക്കുന്നുണ്ട്, പല ബോട്ടം ട്രോളിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. സോ അത് മാരിടൈം റിസോഴ്സിനെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ സർവൈലൻസ് ഡെഫിസിറ്റ് ഉണ്ട്. അതായത് ഒരു സിംഗിൾ കൺട്രിക്ക് മാത്രം യുനാനിമസ്ലി ഈ ഇത്രയും വലിയ ഇൻഡോ പസഫിക് ഏരിയ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സെക്യൂരിറ്റി ഉറപ്പുവരുന്നില്ല. അതിനുവേണ്ടി പല കോർഡിനേഷൻ നമുക്ക് വേണം പല രാജ്യങ്ങളുമായിട്ട്. സോ ആ ഒരു കോർഡിനേഷൻ്റെ ഇഷ്യൂസ് നേരിടുന്നുണ്ട്. പിന്നെ വേറെ പറഞ്ഞെങ്കിൽ സ്മഗ്ലിംഗ് ഉണ്ടാവും, പൈറസി, ഇതുപോലുള്ള ത്രെട്ട്. ഇപ്പോൾ റെഡ് സീൽ തന്നെ ആക്ച്വലി ഇപ്പോൾ ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ തന്നെ ഉണ്ടായിരുന്നു, നമ്മുടെ ഹൂത്തീസ് അറ്റാക്ക് ചെയ്തിട്ട് 20ഓളം ഇന്ത്യക്കാരുള്ള ഷിപ്പിനെ ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താകും എന്ന് അറിയത്തില്ല എൻ്റെ കേസ്. സിഗ്നിഫിക്കൻസ് ഓഫ് IPMDA എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ IPMDAക്ക് ആക്ച്വലി സാറ്റലൈറ്റ് ഡേറ്റ, റഡാർ ഇൻഫർമേഷൻ, നാഷണൽ സെൻസർ നെറ്റ്വർക്ക്, പാർട്ട്നർ കൺട്രി, ഇതിനൊക്കെ ആക്ച്വലി ഇതെല്ലാം കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ ഇന്ത്യക്ക് എന്ന് പറയുന്നത്, ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ ഒരു സ്ട്രാറ്റജിക് പൊസിഷനിലാണ്. ഇന്ത്യയുടെ ലൊക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ലൊക്കേഷൻ, സെൻറ്ററിൽ തന്നെ ഏകദേശം നിൽക്കുന്നത് ആരും ഇന്ത്യ. സോ IFC-IOR എന്ന് പറഞ്ഞാൽ എന്താ, ഇന്ത്യൻ ഇൻഫർമേഷൻ ഫ്യൂഷൻ സെൻറ്റർ ഫോർ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ. ഓക്കെ, ക്യാൻ കോംപ്ലിമെന്റ് ദ IPMDA ബട്ട് ബൈ എനേബിളിംഗ് ഇൻഫർമേഷൻ ഷെയറിംഗ് വിത്ത് റീജിയണൽ പാർട്ട്നേഴ്സ്. അതായത് നമുക്ക് ഈ IPMDA പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഒരു ഹെൽപ്പ് ഉണ്ട്. ഇന്ത്യയിൽ ഇൻഫർമേഷൻ ഫ്യൂഷൻ സെൻറ്റർ ഉണ്ട് ഗുരുഗ്രാമിൽ. സോ അതുവഴി ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലെ മാരിടൈം ഡാറ്റയൊക്കെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും.
സോ ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ബെറ്റർ സർവൈലൻസ് ഓഫ് ഇന്ത്യൻ ഓഷ്യൻ, അതുപോലെ തന്നെ ഇംപ്രൂവ്ഡ് മാരിടൈം സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ പറ്റും, പ്രൊട്ടക്ഷൻ ഓഫ് ദ സീ ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇന്ത്യക്ക് ഒരു നെക്സ്റ്റ് സെക്യൂരിറ്റി പ്രൊവൈഡർ ആയിട്ടൊക്കെ എല്ലാവരും സംരക്ഷിക്കുന്ന ഒരാളായിട്ട് ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലൊക്കെ മാറാൻ പറ്റും. അങ്ങനെ കുറേ ഹെൽപ്പ് ഉണ്ട്. മാത്രമല്ല ഇമ്പോർട്ടൻസ് ഓഫ് സ്മോളർ സ്റ്റേറ്റ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി മാൽദീവ്സ്, ശ്രീലങ്ക, ബംഗ്ലാദേശ്, സൈഷെൽസ്, ഫിജി ഇതുപോലുള്ള ആൾക്കാർ ആക്ച്വലി മാരിടൈം സർവൈലൻസ് ക്യാപ്പബിലിറ്റി ഇവർക്ക് വളരെ കുറവാണ്. അപ്പോൾ IPMDA പോലുള്ള ഒരു ഇനീഷ്യേറ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ചെറിയ ചെറിയ രാജ്യങ്ങൾക്കൊക്കെ അത് ഭയങ്കര ഹെൽപ്പാവും. ഓക്കെ, ദ നീഡ് ഫോർ വൈഡർ കോപ്പറേഷൻ. ഇന്ത്യയും US മാത്രം വിചാരിച്ചു കഴിഞ്ഞാലും ഇന്ത്യ പസഫിക് മേഖലയിൽ വർക്കിംഗ് പ്രോപ്പറായിട്ട് നടക്കണമെന്നില്ല. അതിന് വേണ്ടിയിട്ട് ക്വാഡ് മെമ്പേഴ്സ്, ASEAN, ഓക്കെ, അതുപോലെ തന്നെ പസഫിക് ഐലാൻഡ് കൺട്രീസ്, ഇന്ത്യൻ ഓഷ്യൻ ടെറിട്ടോറിയൽ സ്റ്റേറ്റ്സ്, ഇവരെല്ലാവരുടെയും കൂടി ഒരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യം പ്രോപ്പറായിട്ട് നടത്താൻ പറ്റൂ. സോ ഒരു സ്ട്രാറ്റജിക് സിഗ്നിഫിക്കൻസ് കൂടി ഉണ്ട്. അതിൽ മാരിടൈം ട്രാൻസ്പാരൻസി ആക്ച്വലി ഇസ് എ ഫോം ഓഫ് ഡിറ്ററൻസ്. അതായത് മാരിടൈം എ മേജർ ടേക്ക് അവേ ഈസ് maritime transparency itself acts as a form of deterrence. Greater surveillance makes our coercion, illegal fishing and illicit maritime activity easier to detect and attribute. Actually maritime മേഖലയിൽ ഒരു ട്രാൻസ്പാരൻസി ഉറപ്പ് വരുത്താണെങ്കിൽ അത് ആക്ച്വലി വളരെ നല്ലതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഡിറ്ററൻസ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കൈൻഡ് ഓഫ് പ്രൊട്ടക്ഷൻ ആണ് നമുക്കത് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ചലഞ്ചസ് മെയിനായിട്ട് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ സൊവറിൻ കൺസേൺസ് ഓവർ ദ വാട്ടർ ഷെയറിംഗ് സെൻസിറ്റീവ് മാരിടൈം ഡാറ്റ. പലപ്പോഴും പല രാജ്യങ്ങളിൽ ടെറിട്ടോറിയൽ വാട്ടറിലൊക്കെ എന്താ നടക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലൊക്കെ ഏത് ഷിപ്പാണ് പാസ് ചെയ്യുന്നത്, എന്തൊക്കെയാണെന്നുള്ള ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത്, അവരുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മേ ബി ലീക്ക് ആവുന്നതാണ്. ഇപ്പോൾ നേവിയുടെ കപ്പലൊക്കെ ഇവിടെ ഉണ്ടെന്ന് ആക്ച്വലി പ്രോപ്പറായിട്ട് നമ്മൾ ഷെയർ ചെയ്യരുതല്ലോ. അങ്ങനെ ആകുമ്പോൾ സർവൈലൻസ് പ്രശ്നം വരത്തില്ലേ. സോ ടെക്നോളജിക്കൽ ക്യാപ്പബിലിറ്റീസ് പ്രശ്നമുണ്ട്, സൈബർ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട്, പിന്നെ ഇതുപോലുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുന്നതിൽ ഒരുപാട് കോസ്റ്റും വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ IPMDA ഒക്കെ പ്രവർത്തിക്കുന്നതിൽ ഒരുപാട് പ്രശ്നമുണ്ട്. ഇപ്പോൾ വേ ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ IPMDA പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിലും ഇന്ത്യൻ ഇൻഫർമേഷൻ ഫ്യൂഷൻ സെന്റർ ഫോർ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം. ദെൻ കോസ്റ്റൽ റഡാർ, സാറ്റലൈറ്റ്സ് ഒക്കെ ഉറപ്പുവരുത്താം, ഇൻഫർമേഷൻ ഷെയറിംഗ് വിത്ത് ഇൻഡോ പസഫിക് പാർട്ട്നേഴ്സ് ഇതൊക്കെ ഉറപ്പുവരുത്താം. ഓക്കെ, അങ്ങനെ ഒരു പരിധി വരെ നമുക്ക് ഈ ഇഷ്യൂ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ദ നെക്സ്റ്റ് ന്യൂസ് ഈസ് അബൌട്ട് ദ നോയ്സ് അനോയ്സ്. അതായത് Surendra Prasad versus State of Bihar. The Patna High Court criticized weak enforcement against noise pollution from DJ trolleys, loudspeakers, and issues directions for stricter routine enforcement across the Bihar. നമ്മുടെ ഇപ്പോഴും നടക്കുന്ന നോയ്സ് പൊല്യൂഷൻ എന്താ? ആക്ച്വലി നമുക്ക് ശബ്ദം ഒരു പരിധി വരെ ഓക്കെയാണ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശബ്ദം നമുക്ക് പ്രശ്നമാണ്, അത് പൊല്യൂഷനായിട്ട് മാറും. അതിനാണ് നോയ്സ് പൊല്യൂഷൻ എന്ന് പറയുക. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ട്രാഫിക്കിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഹോണടി, ബൈക്ക് വാഹനമുള്ള ശബ്ദം, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ്റെ വർക്കുകൾ ഉണ്ടാവും റോഡിൽ, ഫാക്ടറീസ്, ലൗഡ് സ്പീക്കേഴ്സ്, ട്രെയിൻ ആൻഡ് എയർക്രാഫ്റ്റ്, ഇതിനൊക്കെ ശബ്ദം വന്നിട്ട് നമുക്ക് ആക്ച്വലി ഭയങ്കര ബുദ്ധിമുട്ടാവും ചില സമയം. അതിനാണ് പൊല്യൂഷനാവും. അത് ശബ്ദം പൊല്യൂഷൻ ആകുമ്പോൾ നമ്മൾ അതിനെ നോയ്സ് പൊല്യൂഷൻ എന്ന് പറയും നമ്മൾ. ഓക്കെ, നമുക്ക് ഇപ്പോഴും പലപ്പോഴും ഇപ്പോൾ നമുക്ക് രാത്രി 10 മണിയൊന്നും കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി ലൗഡ് സ്പീക്കേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല കേരളത്തിൽ. കാരണം എന്താ? ഇറ്റ്സ് എഫക്റ്റിംഗ് ദ പീസ്ഫുൾ ലൈഫ് ഓഫ് ദ സിറ്റിസൺ. സോ നോയ്സ് പൊല്യൂഷൻ ഒരു പ്രശ്നമാണ്. ഇപ്പം നോയ്സ് പൊല്യൂഷൻ ഇല്ലാതാക്കാനായിട്ട് ഒരുപാട് മെഷേഴ്സ് ആക്ച്വലി ഉണ്ട്, പക്ഷെ അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല ബീഹാറിൽ. ഇത് ബീഹാറിലെ കേസ് മാത്രമല്ല, എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ആംഗിൾ നോക്കണേ, വി ഹാവ് റൈറ്റ് ടു പ്രൈവസി, we have right to life and personal liberty under the Article 21. നമുക്കൊരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ലൈഫ് ജീവിക്കണം അല്ലേ? അതിന് നമുക്ക് ഇത്തരമുള്ള പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ വേണം. സോ നോയ്സ് പൊല്യൂഷൻ മാറ്റുക എന്ന് പറയുന്നത് ഓൾസോ പാർട്ട് ഓഫ് അവർ ഫണ്ടമെന്റൽ റൈറ്റ്. സോ എക്സസീവ് ആയിട്ടുള്ള നോയ്സ്, ഇതുപോലെ നമുക്ക് ഭയങ്കര എപ്പോഴും ശബ്ദത്തിനായിട്ട് ഇപ്പോൾ കുറേ ലൗഡ് സ്പീക്കേഴ്സ് ഒക്കെ എപ്പോഴും പ്ലേ ചെയ്യുന്നു, അങ്ങനെ നോയ്സ് പൊല്യൂഷൻ എന്നുണ്ടെങ്കിൽ ഇറ്റ് എഫക്റ്റിംഗ് അവർ ഹെൽത്ത് ആൻഡ് സ്ലീപ്പ്, മെന്റൽ വെൽബീയിങ്, പ്രൈവസി ആൻഡ് പീസ്ഫുൾ എൻജോയ്മെന്റ് ഓഫ് ലൈഫ്, ഇതിനെ ബാധിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഓക്കെ, then the freedom to organize religious, cultural, political events is not absolute. It is subject to the reasonable restrictions protecting the public health and order. ആക്ച്വലി നമുക്ക് റിലീജിയസ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഒരുപാട് മൈക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുക എന്ന് പറയുന്നത് ആക്ച്വലി ദിസ് ഇസ് നോട്ട് ആൻ ആബ്സല്യൂട്ട് റൈറ്റ്. നമുക്ക് ആക്ച്വലി അത് പൊളിറ്റിക്കൽ ഫംഗ്ഷൻസ് ഒക്കെ ഭയങ്കര ശബ്ദത്തിൽ വെക്കുക എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് അല്ല. ദീസ് ആർ റെസ്ട്രിക്റ്റഡ് ടു there have reasonable restriction protecting the public health and order നോക്കണം. സോ ലീഗൽ ഫ്രെയിംവർക്ക് നോക്കുകയാണെങ്കിൽ വി ഹാവ് നോയ്സ് പൊല്യൂഷൻ റെഗുലേഷൻ ആൻഡ് കൺട്രോൾ റൂൾസ് 2000 ഫോംഡ് അണ്ടർ ദ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ കീഴിൽ നോയ്സ് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു റൂൾ വന്നിട്ടുണ്ടായിരുന്നു.
ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ആംബിയൻറ്റ് നോയിസ് ലെവലിനെ കുറിച്ച് പറഞ്ഞു. അതായത് ആക്ച്വലി നമ്മുടെ ചുറ്റും ഉണ്ടാവേണ്ട ശബ്ദം. ഓക്കെ, ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഏരിയയിൽ ഇത്രയും ശബ്ദം, രാത്രി ഇത്രയും ഡെസിബിൾ ശബ്ദമേ പാട്ടു, അങ്ങനെയൊക്കെ ആക്ച്വലി കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആംബിയൻ നോയിസ് ലെവൽ എത്രയാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ലൗഡ് സ്പീക്കേഴ്സ്, പബ്ലിക് അഡ്രസ് സിസ്റ്റംസ് ഒക്കെ ഇതൊക്കെ ആക്ച്വലി എന്താ പറയുന്നത്, ഇത് മാറ്റിമറിക്കുന്നുണ്ട് ആക്ച്വലി. അപ്പോൾ പട്നാക്കോട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇപ്പം നിലവിൽ എന്താ ചെയ്യുക, കുറേ കാര്യങ്ങൾ ആക്ച്വലി ലോസും എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ദെൻ റുട്ടീൻ മോണിറ്ററിങ്, ഇത് മോണിറ്റർ ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് വെച്ച് മോണിറ്റർ ചെയ്യുക, ആരും തെറ്റിക്കുന്നുണ്ടോ. പിന്നെ DJ, സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റർ, ഇവന്റ് ഹാൾ, ഇതുപോലെ എന്തെങ്കിലും ഭയങ്കര ശബ്ദമുള്ള പ്രവൃത്തി നടക്കാൻ പോകുന്നെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യുക പോലീസിൻ്റെ അടുത്തെങ്ങാനും. ഓക്കെ, ദെൻ വെരിഫിക്കേഷൻ ഓഫ് പെർമിഷൻസ് നോക്കുക, ലൗഡ് സ്പീക്കേഴ്സ് നോക്കുക, എല്ലായിടത്തും എല്ലാ ഡിസ്ട്രിക്റ്റും ഇത് യൂണിഫോം ആയിട്ട് എൻഫോഴ്സ് ചെയ്യുക. ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നോയിസ് പൊല്യൂഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ദെൻ ഗവേണൻസ് സിഗ്നിഫിക്കൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് കേസ് ഇസ് ആൻ ഇംപ്ലിമെന്റേഷൻ ഡെഫിസിറ്റ്. നമുക്ക് ഒരുപാട് നിയമങ്ങളുണ്ട് നോയിസ് പൊല്യൂഷൻ നടപ്പിലാക്കാനായിട്ട്, പക്ഷേ അത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നില്ല, നടപ്പിലാക്കുന്നില്ല. മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ജുഡീഷ്യൽ ഓവർറീച്ച് വേഴ്സസ് ജുഡീഷ്യൽ നെസസിറ്റി. ജുഡീഷ്യൽ ഇടപെട്ടില്ല ഇതിൻ്റെ അകത്ത്, അതിൽ ജുഡീഷ്യൽ ആക്ടിവിസം ആണോ ഓക്കെ എന്നൊക്കെ ചോദിക്കുന്നത്. അതായത് ജുഡീഷ്യൽ ആക്ച്വലി ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ആക്ച്വലി ഒരു പോസിറ്റീവ് വശം നോക്കുകയാണെങ്കിൽ ജുഡീഷ്യൽ ഇന്റർവെൻഷൻ ക്യാൻ പ്രൊട്ടക്ട് ദ ഫണ്ടമെന്റൽ റൈറ്റ് വെൻ അഡ്മിനിസ്ട്രേഷൻ ഫെയിൽസ്. അഡ്മിനിസ്ട്രേഷൻ ഫെയിൽ ആകുമ്പോൾ എന്താകുന്നു, ജുഡീഷ്യലി വന്നിട്ട് നമ്മുടെ ഫണ്ടമെന്റൽ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഈ ന്യൂസിനെ കാണാൻ പറ്റും. എന്നാൽ അറ്റ് ദ സെയിം ടൈം അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിം വർക്കിലോട്ട് സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്താ പറയുക, അതിൽ നിന്ന് വ്യതിചലിച്ച് അത് കടന്ന ഈ എക്സിക്യൂട്ടീവിന്റെ ഡയറക്ഷനിലോട്ട് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിന്റെ മേഖലയിലോട്ടുള്ള ജുഡീഷ്യലിയുടെ കടന്നാക്രമണമായിട്ടും ഇതിനെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ദെൻ സോഷ്യൽ ചലഞ്ച്. നോയിസ് പൊല്യൂഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് എന്താ വെഡിങ്ങിനും റിലീജിയസ് ഫെസ്റ്റിവൽസിനും പൊളിറ്റിക്കൽ ക്യാമ്പയിൻസിനും കമ്മ്യൂണിറ്റി സെലിബ്രേഷനും ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. നോയിസ് പൊല്യൂഷൻ വരാറുണ്ട് ശബ്ദം ഒരുപാടാക്കുമ്പോൾ. സോ ഇതിപ്പം നമ്മൾ ഇന്ത്യയിലൊക്കെ പ്രശ്നം വരുന്ന നേരത്തെ ഒരു പൊളിറ്റിക്കൽ സോഷ്യൽ ഇഷ്യൂ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ശബ്ദമൊക്കെ കണ്ടു. അപ്പോൾ ഗവൺമെന്റ് ഇത് പ്രോപ്പറായിട്ട് വേണം ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. സോ സ്ട്രെങ്തൻ ദ ലോ, എന്ത് ചെയ്യേണ്ടത്, സ്ട്രെങ്തൻ ദ ലോക്കൽ ലെവൽ ഓഫ് നോയിസ് മോണിറ്ററിംഗ്, use decibel meters and digital permission systems, avoid over dependence on the court for day-to-day administration. ഇത് പ്രോപ്പറായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുക. ഇപ്പം നിലവിലുള്ള റൂൾ പ്രോപ്പറായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ദെൻ സെൻറ്റർ നോട്ടിഫൈസ് കീ സ്കീം ടു മാനുഫാക്ചർ ദ മൊബൈൽ ഫോൺസ്. മൊബൈൽ ഫോണിന് വേണ്ടി പ്രത്യേക സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പേരാണ് എന്ത്, മൊബൈൽ ഫോൺ മാനുഫാക്ചറിങ് സ്കീം. ഇതെന്ന് വെച്ചാൽ ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ പ്രൊഡക്ഷനും മാനുഫാക്ചറിങ്ങും ലോക്കൽ വാല്യൂ അഡീഷനും കൂടി വന്നിരിക്കുന്നതാണ്. ഓക്കെ, മറ്റ് ഡീറ്റെയിൽസ് നോക്കാം. 2030-31 വരെയാണ് ഈ ഒരു സ്കീം ഉള്ളത്. ഇപ്പം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരുപാട് മൊബൈൽ മാനുഫാക്ചറിങ് നടക്കുന്നുണ്ട്. ലോകത്തിൽ തന്നെ പ്രധാനപ്പെട്ട മൊബൈൽ മാനുഫാക്ചറിങ് രാജ്യം ഇന്ത്യയാണ്. പക്ഷേ ഇന്ത്യയിൽ ആക്ച്വലി അതിൻ്റെ കമ്പോണൻ്റ് ഒന്നും ഇന്ത്യയിൽ പ്രോപ്പറായിട്ട് ഉണ്ടാക്കുന്നില്ല. മറ്റു രാജ്യങ്ങളിൽ നിന്ന് കമ്പോണൻ്റ് കൊണ്ടുവന്നിട്ട് അത് ഒരുമിച്ച് ചേർത്ത് ഇന്ത്യ കുറച്ച് കാര്യങ്ങളൊക്കെ അതിലോട്ട് ആഡ് ചെയ്തിട്ട് ഒരു മൊബൈൽ ഫോണാക്കി മാറ്റുന്നു. സോ ഒരു അസംബ്ലി ചെയ്യുന്നു, എന്നിട്ട് ഒരു ഫോണായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിൽ എന്താ നമ്മൾ വലിയൊരു രാജ്യമാണ് എന്ത് ഈ പറഞ്ഞ പോലെ മൊബൈൽ ഫോൺ മാനുഫാക്ചറിങ്. പക്ഷേ ആക്ച്വലി കമ്പോണൻ്റ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടോ ഇല്ല, നമ്മൾ മറ്റു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. സോ ഈ ഒരു ഇഷ്യൂ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൊബൈൽ മാനുഫാക്ചറിങ് സ്കീം നിലവിൽ വന്നിരിക്കുന്നത്. ഡൊമസ്റ്റിക് വാല്യൂ അഡീഷൻ ടാർഗറ്റ്, അതായത് ഇന്ത്യ അതിനകത്ത് എന്തൊക്കെയാണ് ഒരു ഫോണിന്റെ നിർമ്മാണത്തിൽ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ എന്താ അത് കൂട്ടണം. ദെൻ പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പോർട്ടും, നമ്മുടെ പ്രൊഡക്ഷൻ ടാർഗറ്റും ഉണ്ട്, എക്സ്പോർട്ടും കൂട്ടുക. അപ്പം ഇന്ത്യയുടെ ഇപ്പം നിലവിലെ സാഹചര്യം നോക്കുക, ഇത് 2014-15 കാലഘട്ടങ്ങളിൽ 70 മുതൽ 75% മൊബൈൽ ഫോൺസും ഇമ്പോർട്ട് ചെയ്യുകയായിരുന്നു മറ്റു രാജ്യങ്ങളിൽ നിന്ന്. ഇപ്പോൾ ലോകത്തിലെ തന്നെ 2ാമത്തെ മൊബൈൽ ഫോൺ മാനുഫാക്ചറിങ് കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ആപ്പിൾ, സാംസങ് മുതലുള്ള പല കമ്പനീസും ഇന്ത്യയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ വൈ ദിസ് സ്കീം ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കൂട്ടണം. മൊബൈൽ ഫോണിന്റെ മാനുഫാക്ചറിൽ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ, അതായത് ഗ്ലോബൽ വാല്യൂ ചെയിനിലോട്ട് ഇന്ത്യ ഇൻക്ലൂഡഡ് ആകണം. പിന്നെ അതുപോലെ വാല്യൂ അഡീഷൻ നടക്കണം. China +1 സ്ട്രാറ്റജി, മെയിനായിട്ടും ചൈനയിലാണ് ഫോണിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഇന്ത്യക്കും എന്ത് ചെയ്യാം, ഇമ്പ്രൂവ്മെന്റ് വരുത്തണം. ദെൻ എക്സ്പോർട്ട് ലെഡ് മാനുഫാക്ചറിങ്, എക്സ്പോർട്ട് വഴി നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാം, നമുക്ക് അതുവഴി നമ്മുടെ മാനുഫാക്ചറിങ് കൂട്ടാം, ഇന്ത്യയിലെ ഒരു ഇലക്ട്രോണിക് എക്സ്പോർട്ട് ഹബ്ബായിട്ട് മാറ്റാം. ദെൻ ഇൻഡിജിനസ് ടെക്നോളജി കപ്പാസിറ്റി, ഇപ്പോൾ നിലവിലുള്ള ഇന്ത്യയുടെ IP, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഡിസൈൻ, ഇതെല്ലാം ഇന്ത്യയുടെ ഡിജിറ്റൽ ടെക്നോളജി
ചെയ്യാനും ഹെൽപ്പ് ആവും. പിന്നെ സ്പിൽ ഓവർ എഫക്റ്റ്, സ്കില്ലും ടെക്നോളജിയും ഡെവലപ്പ് ചെയ്യുക. സോ ഈ മൊബൈൽ ഫോണിൽ ഇത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ അത് മൊബൈൽ ഫോണിൽ എന്ന് പറയുന്ന ടെക്നോളജിയിൽ മാത്രമല്ല ഹെൽപ്പ് ആകുക. ലാപ്ടോപ്പ്, ടാബ്ലറ്റ്സ്, സ്മാർട്ട് വാച്ചസ്, ഡ്രോൺസ്, ഗെയിമിംഗ് കൺസോൾസ്, മെഡിക്കൽ ഡിവൈസസ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രോണിക്സ്, ഈ മേഖലയിലോട്ടൊക്കെ അതിൻ്റെ ഒരു സ്പിൽ ഓവർ എഫക്റ്റ് വരും. അതായത് മൊബൈൽ ഫോൺ മാനുഫാക്ചറിന്റെ ടെക്നോളജി കൊടുക്കഴിഞ്ഞാൽ ലാപ്ടോപ്പിന്റെയും ടാബ്ലറ്റിന്റെ ഒക്കെ ടെക്നോളജിയിൽ മാറ്റം വരും. പക്ഷേ ഇപ്പോൾ കുറച്ച് ചലഞ്ചസ് നമ്മൾ നേരിടുന്നുണ്ട്. കാരണം ഇപ്പോഴും ഹൈ വാല്യൂ കമ്പോണൻസിന് നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്ന മെയിൻ കാര്യങ്ങൾ ലൈക്ക് ഇപ്പോൾ സെമി കണ്ടക്ടറും ഡിസ്പ്ലേസ് ഒക്കെ നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നിട്ടാണ് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഫോൺ ഉണ്ടാക്കുന്നത്. സോ അത് ഇന്ത്യയിൽ ആക്ച്വലി ഉണ്ടാക്കാനുള്ള അത് മാറ്റണം. ഇന്ത്യയിൽ വെറും ഒരു അസംബിൾ ചെയ്യുന്ന രാജ്യമായിട്ട് മാറ്റരുത്. ഇന്ത്യയിലെ കോമ്പറ്റീറ്റീവ് ഇന്ത്യൻ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ ഒരുപാട് കൊണ്ടുവരിക, സ്കിൽഡ് മാനുഫാക്ചറിങ്, ഡൊമസ്റ്റിക് ആയിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കൊണ്ടുവരിക. ദെൻ ഇന്ത്യയിൽ ഈ ലോജിസ്റ്റിക് ഫെസിലിറ്റീസും അത് എക്സ്പോർട്ട് ഇമ്പോർട്ടിനൊക്കെ വേണ്ട ഫെസിലിറ്റീസും ഇലക്ട്രോണിക് കമ്പോണൻസിന്റെ സപ്ലൈ ചെയിൻസും ഉറപ്പുവരുത്തുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഇന്ത്യയിലെ ഒരു ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് മാറ്റാൻ പറ്റും. Okay, the question for writing the answer would be shared in the Telegram channel. Okay, then thank you.